അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, റെസിസ്റ്ററുകളുടെ കോമ്പിനേഷൻ, സംയോജനം, കൂട്ടിച്ചേർക്കുക റെസിസ്റ്ററുകളെ. മെയിനായിട്ടും രണ്ട് കോമ്പിനേഷൻസ് ആണുള്ളത്. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, രണ്ട് പാരലൽ കോമ്പിനേഷൻ. പിന്നെയും കോമ്പിനേഷൻ ഉണ്ട്, മിക്സഡ് കോമ്പിനേഷൻ ഉണ്ട്. സീരീസും പാരലും കൂടി മിക്സായി വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് തൽക്കാലം പഠിക്കാനില്ല. ചിലപ്പോൾ ഒക്കെ ചോദിക്കും, നമുക്ക് കുറച്ചൊന്ന് ഹയർ ലെവലിലേക്ക് പഠിക്കാം, നമുക്ക് എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ആദ്യം സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനെ കുറിച്ച് നമുക്കൊന്ന് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഫസ്റ്റ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ശരിക്കും രണ്ട് ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ, ഈ രണ്ട് കോമ്പിനേഷൻസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സീരീസ് കോമ്പിനേഷനെ കുറിച്ച് പരിചയപ്പെടാം. എന്താണ് സീരീസ് കോമ്പിനേഷൻ? സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററുകളെ നമ്മൾ ഈ രീതിയിൽ ജോയിൻ ചെയ്യുക, നേരെ കണക്ട് ചെയ്യുക. റെസിസ്റ്റേഴ്സിന് 3 റെസിസ്റ്ററുകളുണ്ട്. R1 റെസിസ്റ്റൻസ് ഉള്ള, R2 ഉള്ള, R3 ഉള്ള, ഇങ്ങനെ 3 റെസിസ്റ്ററുകളുണ്ട്. ഈ 3 റെസിസ്റ്ററുകളെയും കൂടി ഞാൻ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഇതൊക്കൊരു ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കുറേ എന്തൊക്കെയോ സാധനങ്ങൾ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ പ്ലസ് എന്നല്ലേ കറണ്ട് ചാടൽ ആണ്. സോ ഇങ്ങനെ കറണ്ട് ഇറങ്ങും. ഈ കറണ്ട് ഐ ആണെന്ന് വിചാരിക്കുക. ഐ കറണ്ട് ആണെങ്കിൽ ഒരു സെല്ലിൽ നിന്നും എത്ര കറണ്ട് പുറത്തേക്ക് ലീവ് ചെയ്യുന്നുണ്ടോ അത്ര തന്നെ കറണ്ട് ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ടെർമിനലിലൂടെ കയറണം. അത് നിർബന്ധം. എന്താ പറഞ്ഞത്? ഒരു സെല്ലിൻ്റെ ഒരു ടെർമിനലിലൂടെ എത്ര കറണ്ട് പുറത്തേക്ക് ചാടുന്നുണ്ടോ അതേ കറണ്ട് മറ്റേ ടെർമിനലിലൂടെ എന്ത് ചെയ്യണം? ഉള്ളിൽ കയറണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഐ അല്ലേ പുറത്തിറങ്ങി, ഇവിടുന്ന് ഐ എന്നെ ഉള്ളിൽ കയറണ്ടേ? വേണം. അപ്പം ഇതിൽ കൂടെ ഒക്കെ ഐ എന്നെ ഒഴുകണ്ടേ? ഐ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അപ്പുറത്തൊരു ഐ, ഇവിടെ ഐ ഇറങ്ങിയിട്ട് ഇവിടെ ഐ കയറണമെങ്കിൽ ഈ ഐ ഇങ്ങനെ വരണ്ടേ? ഇവിടെ ഐ അല്ല ഉണ്ടാവുക, ഇവിടെ ഐ അല്ല ഉണ്ടാവുക, ഇവിടെ ഐ, ഇവിടെ ഐ, ഇവിടെ ഐ. അപ്പം ഐ ഇങ്ങനെ വന്ന് ശരിയല്ലേ? നിങ്ങൾ ഓരോ റെസിസ്റ്ററിലും ചെക്ക് ചെയ്യുക, ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകിയ കറണ്ട് സെയിം അല്ലേ? ആണ്. ഇതാണ് സീരീസ് കോമ്പിനേഷന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരൊറ്റ ഹിൻറ്റ്. ചില റെസിസ്റ്റർ തന്നിട്ട് ഇവർ സീരീസ് കോമ്പിനേഷൻ ആണോ ചോദിച്ചാൽ നിങ്ങൾ ഒരൊറ്റ കാര്യങ്ങൾ നോക്കേണ്ടി, ആ റെസിസ്റ്ററിലൂടെയൊക്കെ ഒഴുകുന്ന കറണ്ട് സെയിം ആണോ നോക്കുക. ഇതാണ് അതിൻ്റെ ഹിൻറ്റ്. ഓക്കെ അല്ലേ? ഏത് സംഭവം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, സീരീസോ പാരലോ. ഞങ്ങൾ കാണിച്ചു തരാം. കുറച്ച് ടൈപ്പ് ഞങ്ങൾ കാണുമ്പോൾ സംഭവം മനസ്സിലാവും. അപ്പോൾ സീരീസ് എന്നുള്ള കോൺസെപ്റ്റ്, റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ടാണ് കമ്പൈൻ ചെയ്ത് എങ്കിൽ ആ റെസിസ്റ്ററുകളിലൂടെയൊക്കെ ഒഴുകുന്ന കറണ്ട് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ സീരീസ് അല്ല. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയാറുണ്ട്. എന്താ? സീരീസ് കോമ്പിനേഷനിലാണ് റെസിസ്റ്ററിനെ നമ്മൾ ജോയിൻ ചെയ്തതെങ്കിൽ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം എന്ന് നമ്മൾ പറയും. ക്ലിയർ? സോ ഇവിടെ എന്താണ്? കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് ഈ റെസിസ്റ്റേഴ്സ് ഒക്കെ എന്താണ്? സീരീസ് കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ കറണ്ട് സെയിം ആവില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെയിം ആവും. ഓക്കെ, എല്ലാ സാഹചര്യങ്ങളിലും എന്താവില്ല? സെയിം ആവില്ല. ഒക്കെ ഞങ്ങൾക്ക് കേസായിട്ട് കാണിച്ചു തരും. ഡോണ്ട് വറി. എന്നാൽ സീരീസ് കോമ്പിനേഷനിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ല റെസിസ്റ്ററുകളിലൂടെയുള്ള കറണ്ട് സെയിം ആവുക. എല്ലാ സാഹചര്യത്തിലും എന്താണ്? കറണ്ട് സെയിം ആവാതെ ഒരിക്കലും ഇരിക്കില്ല. ഏത് കോമ്പിനേഷനിൽ? സീരീസ് കോമ്പിനേഷനിൽ. സോ സീരീസ് കോമ്പിനേഷൻ ആണോ? കറണ്ട് സെയിം ആയിരിക്കും, ഒറ്റ വാക്കിൽ. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കുക. ഈ R1 എന്ന റെസിസ്റ്റർ അല്ലേ, ആ R1 എന്ന റെസിസ്റ്ററിൻ്റെ ഇടത്തെ കാല്, ഇത് വലത്തെ കാലായിക്കോട്ടെ, ഈ R1ൻ്റെ ഇടത്തെ കാല് സെല്ലിൻ്റെ പ്ലസ്സുമായിട്ട് കണക്ട് ചെയ്തു. R1ൻ്റെ വലത്തെ കാല് സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ടല്ല കണക്ഷനിലേക്ക് വന്ന്, R1ൻ്റെ വലത്തെ കാല് R2ൻ്റെ ഇടത്തെ കാലുമായിട്ടാണ് കണക്ഷൻ വന്ന്, അല്ലേ? ആണ്.
R2ൻ്റെ ഇടത്തേക്കാല് സെല്ലിൻ്റെ പ്ലസ്സിലേക്ക് എത്തിയില്ല. R2ൻ്റെ ഇടത്തേക്കാല് R1ൻ്റെ വലത്തെ ലിംബുമലേക്കാ കണക്ഷൻ വന്ന്. ആണല്ലോ, ആണ്. R2ൻ്റെ വലത്തേക്കാല് R3ൻ്റെ ഇടത്തേക്കാലുമായിട്ടാണ് ജോയിനിങ് വന്നത്. അല്ലേ, ആണ്. അങ്ങനെ പറഞ്ഞാൽ R2ന് സെല്ലുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. R2ന് ഓക്കെ. R3ൻ്റെ വലത് കാല് സെല്ലിൻ്റെ നെഗറ്റീവിലേക്കുണ്ട്. പക്ഷേ R3ൻ്റെ ഇടത് കാല് R2ൻ്റെ വലതു കാലുമായിട്ടാണ് ജോയിൻ ചെയ്ത്. അങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അങ്ങനെ പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ പ്ലസ്സും മൈനസും ഈ രണ്ട് ടെർമിനലിനും ഇടയിലല്ലേ V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത്? ആണ്. അതായത് ഈ രണ്ട് ടെർമിനലിലും വന്ന് പിടിക്കുന്നവർക്കേ V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഈ രണ്ട് കാലുമലേക്കും വന്ന് ജോയിൻ ചെയ്ത് ആരൊക്കെയാണ്? R1ൻ്റെ ഇടത്തേക്കാലും R3ൻ്റെ വലത്തേക്കാലും. R1ൻ്റെ ഇടത്തേക്കാലും R3ൻ്റെ വലത്തേക്കാലും ഇവിടേക്ക് ജോയിൻ ചെയ്ത്. അങ്ങനെ പറഞ്ഞാൽ ഈ V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആർക്കാ കിട്ടുക? R1ൻ്റെ ഇടത്തേക്കാലിനും R3ൻ്റെ വലത്തേക്കാലിനും ഇടയിൽ. അങ്ങനെ പറഞ്ഞാൽ ഈ രണ്ട് ടെർമിനൽസിനും ഇടയിൽ എന്തുണ്ട്? V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് മൂന്നാൾക്കും കൂടിയും എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്? V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇവർക്ക് മൂന്നാൾക്കും കൂടി, അല്ലേ? ആണ്. അപ്പം മൂന്നാൾക്കും കൂടി V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല. അപ്പോൾ ഈ V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോരുത്തരിലും എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. ഈക്വലി സ്പ്ലിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനനുസരിച്ച് വോൾട്ടേജ് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് വാല്യൂസാണ് കിട്ടുക. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ നമുക്ക് പറയാം, R1ൻ്റെ അക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ത്? V1. R2ന് അക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ത്? V2. R3ക്ക് അക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ത്? V3. ഈസ് ഇറ്റ് ക്ലിയർ? R1ന് കിട്ടുന്ന V1, R2ന് കിട്ടുന്ന V2, R3ക്ക് കിട്ടിയ V3. ഈ മൂന്നാൾക്കും കൂടി കിട്ടിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ V? ആണ്. അപ്പം നമുക്ക് V എങ്ങനെ എഴുതാം? V is equal to V1 plus V2 plus V3 എന്ന രീതി കൂടെ എഴുതാം. ക്ലിയർ? ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ഞാൻ അവിടെ പറയാം, കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ അറിയോ? സീരീസ് കോമ്പിനേഷനിൽ ഈ ഒരു കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അറിയോ? ഈ മൂന്നാളെയും ഇങ്ങനെ വെക്കുന്നതിന് പകരം ഇവർക്ക് മൂന്നാൾക്കും ബദലായിട്ട് എനിക്ക് അവിടെ വെക്കാവുന്ന ഒറ്റ റെസിസ്റ്റർ, അതിൻ്റെ റെസിസ്റ്റൻസ്, അതാണെന്ത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ മൂന്നാളും ഇവിടെ വരുന്നതും ആ ഒരു ഒറ്റ ആൾ വരുന്നോ എന്താ? ഈക്വലൻ്റ് ആണ് ഈ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ അല്ലേ? ഈ മൂന്നാളെയും കൂടി ഇങ്ങനെ നിരത്തി വെക്കുന്നതിന് പകരം ആ ഒരു ഒറ്റ ആളെ വെച്ചാൽ മതി. അയാളുടെ റെസിസ്റ്റൻസിനെയാണ് ഇവരുടെ എന്തെന്ന് വിളിക്കുക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചറുണ്ട്. ഓക്കെ, ഒരു സ്കൂളിൽ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർ ഫിസിക്സ് മാത്രം എടുക്കുക. വേറൊരാളുണ്ട്, അയാൾ കെമിസ്ട്രി മാത്രം എടുക്കുക. വേറൊരാളുണ്ട്, അയാൾ ബയോളജി മാത്രം എടുക്കുക. എന്നാൽ ഒരു പുതിയ ആൾ വന്നിട്ട് പറയാണ്, ഞാൻ ഫിസിക്സും എടുക്കും, കെമിസ്ട്രി എടുക്കും, ബയോളജി എടുക്കും എന്ന് പറഞ്ഞു. ക്ലിയർ? ഓക്കെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഫിസിക്സും കെമിസ്ട്രിൻ്റെയും ബയോളജിൻ്റെയും ടീച്ചേഴ്സില്ലേ, അവർ നല്ല അടിപൊളി ടീച്ചേഴ്സായിരുന്നു. ഓക്കെ. എന്നാൽ ഈ വന്ന ആളും സൂപ്പർ ടീച്ചറാണ്. അയാളെ ഫിസിക്സ് മറ്റേ ഫിസിക്സിൻ്റെ സാറിനേക്കാളും അല്ലെങ്കിൽ ആ ലെവലിലുണ്ട്. ഇയാളെ കെമിസ്ട്രി മറ്റേ കെമിസ്ട്രി സാർ അതേ ലെവലുണ്ട്. ഇയാളെ ബയോളജി മറ്റേ ബയോളജി സാർ അതേ ലെവലുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ ആ മൂന്ന് ടീച്ചേഴ്സിൻ്റെയും എഫക്റ്റാണ് ഇയാളെന്ന്? സെയിം കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. സോ ഈ മൂന്നിൻ്റെയും കൂടി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എനിക്ക് കാണേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഞാനിവിടെ പറയാണ്, ഇവർക്ക് മൂന്നാൾ കൂടി കിട്ടിയ വോൾട്ടേജാണ് V. അതെന്താ? V1 plus V2 plus V3. ഇവന് കിട്ടിയ V1, ഇവന് കിട്ടിയ V2, ഇവന് കിട്ടിയ V3 ആണെങ്കിൽ മൊത്തം കിട്ടിയ എത്ര? V1 plus V2 plus V3. അതന്നല്ലേ V? ഓക്കെ. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് V? V എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിന് കൊടുത്ത വോൾട്ടേജ് അല്ലേ? ഈ ഒരു സർക്യൂട്ടിലേക്ക് മൊത്തം കൊടുത്ത വോൾട്ടേജ് അല്ലേ? ആണ്. ഓക്കെ. അപ്പം നമുക്ക് ഓംസ് ലോ പ്രകാരം V is equal to I into R എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ആണ്. എന്താ V എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. I എന്താ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തപ്പോൾ ഐക്കൂടെ ഒഴുകുന്ന കറണ്ടാണെന്ത്? I. R എന്താ? അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ V പറഞ്ഞാൽ എന്താ? ഈ രണ്ട് ടെർമിനലിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ V എന്ന് പറഞ്ഞാൽ? ആണ്.
ഓക്കെ, അപ്പോൾ ഈ വി ഈസ് ഈക്വൽ ടു എന്താ, ഇതിൽ കൂടെ ഒഴുകണ കറണ്ട് ഇൻറ്റു ഇതിനിടക്ക് ഈ രണ്ട് ടെർമിനൽസിനും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ്. ഈ രണ്ട് ടെർമിനൽസിനും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് എന്താ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ? ആണ്. ഇതിന്റെ മൂന്നിനെയും കൂടി എഫക്റ്റ് അല്ലേ ഈ രണ്ട് പോയിന്റ്സിനും അക്രോസ് വരുന്നത്? ആണ്. സോ ഈ വി പറഞ്ഞാൽ എന്താ, ഈ രണ്ട് ടെർമിനൽസിനും അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ? ആണ്. വി ഈ ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. എങ്ങനെയൊക്കെയാണ്? ഈ രണ്ട് ടെർമിനൽസിനും അക്രോസ് ആയി ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ഈ ടെർമിനൽസിന് അക്രോസ് ഉള്ള മൊത്തം റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ എനിക്ക് ഈ വീനെ എങ്ങനെ എഴുതാമെന്ന് അറിയോ? I ഇൻറ്റു ആർ എഫക്റ്റീവ് എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് V1? V1 എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ? ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയൊക്കെയാണ്? ഈ റെസിസ്റ്ററിലൂടെ ഒഴുകണ കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ എങ്ങനെ V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1 അല്ലേ? ആണ്. പ്ലസ് വാട്ട് ഈസ് V2? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ V2? അതെങ്ങനെയൊക്കെയാണ്? ആ റെസിസ്റ്ററിലൂടെ ഒഴുകണ കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ്. സോ എന്താ വരിക? I ഇൻറ്റു R2 എന്നല്ലേ വരിക? പ്ലസ് വാട്ട് ഈസ് V3? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് അക്രോസ് ഒഴുകണ കറണ്ട് ഇൻറ്റു ഇതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ എന്താ വരിക? I ഇൻറ്റു R3. നമുക്ക് എന്ത് ചെയ്യാം? I ഇവിടുന്ന് കോമൺ ആക്കി എടുത്താൽ I ഇൻറ്റു ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് വരും. I ക്യാൻസൽ ആയ വാട്ട് ഈസ് ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 അല്ലേ? ഈ മൂന്ന് റെസിസ്റ്റൻസും നേരെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ സീരീസ് കോമ്പിനേഷനിൽ മനസ്സിലാക്കേണ്ട 1-2-3 പോയിന്റ്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഇൻ സീരീസ് കോമ്പിനേഷൻ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം. 2, ഇൻ സീരീസ് കോമ്പിനേഷൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറെൻറ്റ്. ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം, the value of effective resistance will be greater than the maximum resistance in that combination. അതായത് സിമ്പിൾ കാര്യമാണ്. ഈ ആർ എഫക്റ്റീവിൻ്റെ വാല്യൂ R1-നേക്കാൾ വലുതല്ലേ? ഉറപ്പന്നല്ലേ? R1-നോട് കൂടി R2-ഉം R3-യും കൂടി കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ആർ എഫക്റ്റീവ് കിട്ടുക ആണ്. അപ്പോൾ ആർ എഫക്റ്റീവിൻ്റെ വാല്യൂ R1-നേക്കാൾ കൂടുതലാണ്. ആർ എഫക്റ്റീവിൻ്റെ വാല്യൂ R2-നേക്കാൾ കൂടുതലാണ്. ആർ എഫക്റ്റീവിൻ്റെ വാല്യൂ R3-നേക്കാൾ കൂടുതലാണ്. ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ നിങ്ങൾ വെച്ച റെസിസ്റ്റൻസുകളുടെ മാക്സിമം വാല്യൂ ആരാണോ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ അയാളേക്കാൾ കൂടുതലായിരിക്കും എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ 1 ohm 2 ohm 3 ohm ആയി റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ആർ എഫക്റ്റീവ് എത്ര? 1 + 2 + 3 എത്ര? 6 ohm ഉണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ചതിൽ വെച്ച് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് 3 ohm അല്ലേ? 3 ohമിനേക്കാൾ കൂടുതലല്ലേ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? അതന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ സീരീസ് കോമ്പിനേഷൻ നമ്മൾ പെർഫെക്റ്റ്ലി എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഏത് പാരലൽ കോമ്പിനേഷനും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പിന്നെ പ്രോബ്ലംസിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇലക്ട്രിക് ഹീറ്ററിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് പാരലൽ കോമ്പിനേഷൻ. നോക്കാം. ഇവിടെ 3 റെസിസ്റ്ററുകളുണ്ട്. അവരെ ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തു. ഒരു V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും കൊടുത്തു. ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും പാരലൽ കോമ്പിനേഷനാണ്, സീരീസ് അല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടുകൾ ഈക്വൽ ആവണം. ഓക്കെ, വോൾട്ടേജ് ഡിഫറൻറ്റും ആയിരിക്കും. എന്നാൽ പാരലൽ കോമ്പിനേഷൻ ആവാൻ വോൾട്ടേജ് ആണ് ഈക്വൽ ആവേണ്ടത്. ഓക്കെ, എല്ലാ കേസിലും കറണ്ട് എന്താവരുത്? ഈക്വൽ ആവരുത്. ചില സ്പെഷ്യൽ കേസിലൊക്കെ കറണ്ട് ഈക്വൽ ആവാറുണ്ട്. ഓക്കെ, സ്പെഷ്യൽ കേസിലായാൽ പോരാ, എല്ലാ കേസിലും എന്താണോ കറണ്ട് ഈക്വൽ ആണെങ്കിലേ സീരീസ് ആവുള്ളൂ. ഓക്കെ, എന്നാൽ വോൾട്ടേജ് എല്ലാവർക്കും കിട്ടുന്ന വോൾട്ടേജ് സെയിം ആണോ? അതെന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷൻ. അത്രയേ ഉള്ളത് പറയാൻ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ സെല്ലിൻ്റെ അപ്പറും ഇപ്പറും പ്ലസ് മൈനസ് ടെർമിനൽ, ആ 2 ടെർമിനലിനും അക്രോസ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ് V എന്ന് പറഞ്ഞാൽ ഈ 2 ടെർമിനലിലും ആരൊക്കെ പോയി പിടിച്ചാലും ഓൾക്കൊക്കെ എന്ത് കിട്ടും? V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഈ സെല്ലിൻ്റെ 2 ടെർമിനലിനും അക്രോസ് ആരൊക്കെ പോയി പിടിച്ചാലും ഇവിടെ പോയി ഞാൻ പോയി തൊട്ടാലും എനിക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ബോഡിയിൽ കൂടെ കറണ്ട് ഒഴുകും.
എൻ്റെ 2 കൈ വിരൽ ഉപയോഗിച്ച് 2 സ്ഥലത്ത് പോയി ടച്ച് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ നിങ്ങൾ R1 നോക്കിയേ. R1 ഈ R1ൻ്റെ ഇടത്തെ കാല് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് സെല്ലിൻ്റെ പ്ലസ്സുമ്മൽ കണക്ഷനിലെ ഉണ്ട്. R1ൻ്റെ വലത്തെ കാല് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന സെല്ലിൻ്റെ മൈനസുമായിട്ട് ബന്ധമല്ലേ ഉണ്ട്. അപ്പോൾ R1 സെല്ലിൻ്റെ അപ്പുറവും ഇപ്പുറവും കണക്ഷനിലേന്ന് ഉണ്ട്. അതായത് R1 സെല്ലിൻ്റെ 2 ടെർമിനലിലും ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ വോൾട്ടേജ് ആർക്ക് കിട്ടും? R1 കിട്ടും. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. R2ൻ്റെ ഇടത്തെ കാല് സെല്ലിൻ്റെ പ്ലസ്സുമ്മലേക്കും R2ൻ്റെ വലത്തെ കാല് സെല്ലിൻ്റെ മൈനസുമ്മലേക്കും കോണ്ടാക്ട് ചെയ്തില്ലേ? ഉണ്ട്. അപ്പോൾ R2ൻ്റെ അപ്പുറവും ഇപ്പുറവും സെല്ലിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നില്ലേ? ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ R2നും സെല്ലിൻ്റെ വോൾട്ടേജ് കിട്ടും, V വോൾട്ടേജ് കിട്ടും. R3ൻ്റെ 2 കാലുകൾ നോക്കിക്കേ, സെല്ലിൻ്റെ അപ്പുറവും ഇപ്പുറവും കണക്ഷൻ ഉണ്ട്. അപ്പോൾ സെല്ലിൽ കൊടുക്കുന്ന വോൾട്ടേജ് R3ക്കും കിട്ടും. ഇനി ഇവിടെ ഞാൻ ഒരു റെസിസ്റ്റർ കൂടി കണക്ട് ചെയ്യുകയാണെങ്കിലോ അങ്ങനെ അയാൾക്കും കിട്ടും എന്ത്? സെല്ലിൻ്റെ വോൾട്ടേജ്. ഈസ് ഇറ്റ് ക്ലിയർ? റെസിസ്റ്റൻസിൻ്റെ ഒക്കെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, എന്തെന്നെ ആയാലും ഈ വോൾട്ടേജ് ഓൾക്കൊക്കെ കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റ് കാര്യം മനസ്സിലാക്കി. വോൾട്ടേജ് 3 ആക്കും സെയിം ആണ്. സോ ഇവരെന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. ഓക്കെ. ഇനി കറണ്ടിൻ്റെ അവസ്ഥ എന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെല്ലിൻ്റെ പ്ലസ്സിന്ന് ഒരു കറണ്ട് I ചാടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എത്ര കറണ്ട് സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ആ കറണ്ട് സെല്ലിൻ്റെ ഉള്ളിൽ കയറണം എന്ന്. ശരിയല്ലേ? ഈ I കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോവും. ശരിയല്ലേ? കറണ്ട് ഇവിടെ എത്തി, ഒരു ജംഗ്ഷനിലെത്തി, ഇവിടെ എത്തി കറണ്ട്. അവിടുന്ന് കറണ്ടിന് പോവാൻ 3 വഴികളാണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകണ മാതിരി കൺസിഡർ ചെയ്താൽ മതി കറണ്ടിനെ. ഇതൊരു പൈപ്പാണ് വിചാരിച്ചോ. പൈപ്പ് ഇവിടെ 3 ഇതായില്ലേ? കറണ്ട് ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യും? എല്ലാം ദീ കൂടെ പോവോ? ഇല്ല, ഒക്കെ ദീ കൂടെ ഇല്ല. എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. കുറച്ച് വെള്ളം ദീ കൂടെ പോകും, കുറച്ച് ദീ കൂടി ഇവിടുന്ന് എന്ത് ചെയ്യും? 3 കൂടി ജോയിൻ ചെയ്ത് ഒരുമിച്ച് എങ്ങനെ വരിക? അല്ലേ? ആണ്. സോ കറണ്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ കറണ്ട് I1 എന്ന കറണ്ട് R1 കൂടെ പോവും, I2 എന്ന കറണ്ട് R2 കൂടെ പോവും, I3 എന്ന കറണ്ട് R3 കൂടിയും പോയിട്ട് I1 ഇങ്ങനെ വന്ന് ഇവിടെ എത്തും, I2 ഇങ്ങനെ വന്ന് ഇവിടെ എത്തും, I3 ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും? അത് 3 കൂടി ജോയിൻ ചെയ്ത് I1ഉം I2 I3 കൂടി ജോയിൻ ചെയ്ത് എത്ര ആവും? IN ആവും. ആ I ഇങ്ങനെ വന്ന് ഡി കൂടെ ഇങ്ങനെ അങ്ങ് പോവും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ചോദിക്കുന്ന കാര്യം എന്താ പറയുക, ഇവിടെ നമുക്ക് എന്ത് കാണണം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ കാണണം. എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? ഇനി ഞാൻ പറഞ്ഞു തരൂല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് 3 ആക്കും കൂടി പകരക്കാരനായി ഉപയോഗിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അതിനു വേണ്ടി നമുക്കിവിടെ പറഞ്ഞൊരു കാര്യം എന്ത്? I is equal to I1 plus I2 plus I3 എന്ന് പറഞ്ഞൂടെ? പറയാം. എന്താണ് I? ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് അല്ലേ I? അല്ലേ? എന്താ I1? R1 കൂടെ ഒഴുകുന്ന കറണ്ട് അല്ലേ I1? എന്താ I2? R2 കൂടെ ഒഴുകുന്ന കറണ്ട് അല്ലേ I2? എന്താ I3? R3 കൂടെ ഒഴുകുന്ന കറണ്ട് അല്ലേ I3 ആണ്. V നമ്മൾ പഠിച്ചില്ലേ? ഏത്? നമ്മളുടെ ഓംസ് ലോ പ്രകാരം I is equal to V/R എന്നൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ എന്താ? ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട്. അപ്പോൾ I is equal to V/R എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് എത്ര? V ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസാണ് വേണ്ടി. ഓക്കെ, എന്ത് റെസിസ്റ്റൻസാണ് വരേണ്ടി? ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ സർക്യൂട്ടിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണെന്ത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ V ബൈ എന്ത് വരും? R എഫക്റ്റീവ്. ഇതാണെന്ത്? ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ കറണ്ട്. ഒരു സർക്യൂട്ടിൻ്റെ ടോട്ടൽ കറണ്ട് എങ്ങനെ കാണാം? ആ സർക്യൂട്ടിൽ നമ്മൾ കൊടുത്ത ടോട്ടൽ വോൾട്ടേജ് ബൈ ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. ആ ടോട്ടൽ റെസിസ്റ്റൻസിൽ നമ്മൾ എന്തെന്ന് വിളിച്ചത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിച്ച്. സോ ഇതാ വാട്ട് ഈസ് I1? ഇതിൽ ഒഴുകണ കറണ്ട്. ഇതിൽ ഒഴുകണ കറണ്ട് എങ്ങനെ കാണാം? ഇവിടുത്തെ വോൾട്ടേജ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ്. I2 ദീക്കൂടെ ഒഴുകണ കറണ്ട് അല്ലേ? ദീക്കൂടെ ഒഴുകണ കറണ്ട് എങ്ങനെ കാണാം? അവന് കിട്ടിയ വോൾട്ടേജ് ബൈ അവൻ്റെ റെസിസ്റ്റൻസ്. I3 R3 കൂടെ ഒഴുകണ കറണ്ട് അല്ലേ? അവിടുത്തെ കറണ്ട് എങ്ങനെ കാണാം? അവന് കിട്ടിയ വോൾട്ടേജ് ബൈ അവൻ്റെ റെസിസ്റ്റൻസ്. ഇനി ഇയാൾക്കും കിട്ടിയ വോൾട്ടേജ് V അല്ലേ? ആണ്. സോ വാട്ട് ഈസ് I1? I1 ഇതിൽ ഒഴുകണ കറണ്ടാ, അവന് കിട്ടിയ വോൾട്ടേജ് ബൈ അവൻ്റെ റെസിസ്റ്റൻസ്. I2 എന്താ?
ഇതിൽ ഒഴുകുന്ന കറണ്ട് അവന് കിട്ടിയ വോൾട്ടേജ് ബൈ അവൻ്റെ റെസിസ്റ്റൻസ് എന്താ I3 ഇതിൽ ഒഴുകുന്ന കറണ്ട് അയാൾക്ക് കിട്ടിയ വോൾട്ടേജ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ്. Now ഇവിടുന്ന് V by R effective is equal to V മൊത്തമായി പുറത്തേക്ക് എടുത്താൽ 1 by R1 plus 1 by R2 plus 1 by R3 എന്ന് വരൂലേ? വരും. ഈ വിയും കട്ടായി പോവില്ലേ? പോവും. ബാക്കി എന്താ ഉണ്ടാവല്? ബാക്കി ഉണ്ടാവല് 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R3 is the expression for effective resistance. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ 1 by R effective ആകുമ്പോൾ കിട്ടുക. R effective ഇവിടുന്ന് ഫൈൻഡ് ചെയ്യണം. ഇതൊക്കെ സോൾവ് ഒക്കെ ചെയ്ത് ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു പാരലൽ കോമ്പിനേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ഞാൻ പറയാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം, ഇൻ പാരലൽ കോമ്പിനേഷൻ voltage across each resistor will be the same. രണ്ടാമത്തെ കാര്യം, in parallel combination the current through each resistor will be different. മൂന്നാമത്തെ കാര്യം, in parallel combination the value of effective resistance will be less than that of minimum resistance in that combination. ഒന്നാമത് പറഞ്ഞ എല്ലാവർക്കും വോൾട്ടേജ് സെയിം ആണ്. രണ്ടാമത് പറഞ്ഞ് ഓരോരുത്തർക്കും കിട്ടുന്ന കറണ്ട് ഡിഫറെൻ്റ് ആണ്. മൂന്നാമത് പറഞ്ഞ എന്താ അറിയോ? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ നിങ്ങൾ വച്ച റെസിസ്റ്റൻസിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഇല്ലേ അതിനേക്കാളും കുറവായിരിക്കും എന്ന്. ക്ലിയർ? 1 ohms 2 ohms 3 ohms ആണ് വെച്ചെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ohmനേക്കാളും കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ നമ്മൾ എന്ത് പറഞ്ഞു? എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, എൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞു പാരലൽ കോമ്പിനേഷൻ്റെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഇവിടെ ശ്രദ്ധിക്കാം. രണ്ട് റെസിസ്റ്ററുകളെ, ഒരു ഷോർട്ട് കട്ടാണ്, രണ്ട് റെസിസ്റ്ററുകൾ വരുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് കട്ടാണ്, ശ്രദ്ധിക്കാം. രണ്ട് റെസിസ്റ്ററുകൾ നമ്മൾ പാരലാക്കി വെക്കുക. ഇത് R1, ഇവിടെ വേറൊരാളുണ്ട്, ഇയാൾ R2. രണ്ട് റെസിസ്റ്ററുകളെ നമ്മൾ പാരലാക്കി വെച്ചാൽ ഈ രണ്ട് റെസിസ്റ്റർ ഇപ്പോൾ പാരലാണ്. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ്? 1 by R effective is equal to 1 by R1 plus 1 by R2. ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. R2 into 1 R2 plus R1 into 1 R1 ഡിവൈഡഡ് ബൈ R1 into R2. ഇതൊക്കെ നിങ്ങൾ മാത്സിലെ ബേസിക്സ് ആണ് കേട്ടോ. ഓക്കെ, മാത്സിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് മാത്സിൽ സാർ എടുത്ത് തരുന്നുണ്ട്, മാത്സിൻ്റെ കംപ്ലീറ്റ് ബേസിക്സും. ഓക്കെ, സോ ഇതിൽ A by B plus C by D എന്ന ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ലൈക്ക് ദിസ് ഈസ് 1 by R effective. ഓക്കെ, സോ 1 by R effective is equal to ഒരു സാധനം ബൈ അടുത്ത സാധനം. ഈ ഒരു ഫോമിലേക്ക് വന്നത് നമുക്ക് ഇനി തിരിച്ചിടാം. ഇത് തിരിച്ചിടുമ്പോൾ എന്താ വരിക? R effective by 1 എന്ന് വരും. R effective by 1 is equal to, അപ്പോൾ ഇതൊന്ന് തിരിക്കണം, R1 into R2 by R2 plus ആവണമെന്നാണ്. R1 plus R2 നമുക്ക് എഴുതാം. A plus B യും B plus A യും സെയിം അല്ലേ? ആണ്. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് R effective? R effective is equal to R1 R2 by R1 plus R2. അതായത് രണ്ട് റെസിസ്റ്റൻസുകൾ പാരലായിട്ട് വന്നാൽ അവരെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ നിങ്ങൾ ഈ രീതിയിലേക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാം നിങ്ങൾക്ക്? ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, രണ്ട് റെസിസ്റ്ററുകൾ ഞാൻ പാരലാക്കി വെക്കുകയാണ്. രണ്ട് റെസിസ്റ്ററുകൾ ഞാൻ പാരലാക്കി വെക്കുകയാണ്. ഇതൊരു 3 ohms, ഇതൊരു 6 ohms. ഇവരെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ R effective is equal to, സിമ്പിളായിട്ട് R effective is equal to ഗുണിക്കുക ബൈ കൂട്ടുക. 3 into 6 by 3 plus 6. Answer is 18 by 9. Answer 2 ohms. സോ ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 2 ohms ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി 3 റെസിസ്റ്റൻസുകൾ വന്നാലും നമുക്ക് ഈ ഷോർട്ട് കട്ട് തന്നെ യൂസ് ചെയ്യാം. എന്താ അറിയോ? 3 റെസിസ്റ്ററുകൾ പാരലായിട്ട് വന്നാലും നമുക്ക് ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. എങ്ങനെ? ശ്രദ്ധിക്കുക, ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കേ, 3 റെസിസ്റ്ററുകൾ വരികയാണ് കേട്ടോ. ഓക്കെ, 3 റെസിസ്റ്റർ വന്നാൽ ചെയ്യാനുള്ള സിമ്പിൾ ടെക്നിക്കാണേ. ഇത് 3 ohms, ഇത് 6 ohms, ഇത് 4 ohms ആയിക്കോട്ടെ. നിങ്ങൾ ആദ്യം ഈ രണ്ടെണ്ണം ചെയ്യുക.
പാരലായിട്ട്. രണ്ടെണ്ണം ചെയ്യാൻ ട്രിക്കേ നമുക്കുള്ളൂ. ഇത് മൂന്നെണ്ണത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ? R1 × R2 × R3 ബൈ R1 + R2 + R3 ഉപയോഗിക്കരുതിട്ടാ. അത് ഉപയോഗിക്കാൻ പാടില്ല, തെറ്റാണ്. രണ്ടെണ്ണം വന്നാൽ മാത്രമേ ഈ രീതി ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നെണ്ണം വന്ന വേറൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. R1 × R2 × R3 ഹോൾ ഡിവൈഡഡ് ബൈ R1 × R2 + R2 × R3 + R1 × R3 എന്നൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകണ്ട, നമുക്ക് വേറെ സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ മാത്രമായില്ല, നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിക്കാൻ നോക്കട്ടെ, +2 ഒക്കെ എത്തുമല്ലോ, അപ്പോൾ പഠിക്കട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് സിമ്പിൾ വേറെ ടെക്നിക്കിലേക്ക് പോകാം. നോക്കാം. ആദ്യം ഇത് രണ്ടും ചെയ്യാം. അത് രണ്ടും എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ടിൻ്റെ കൂടി എഫക്റ്റീവ് എത്രയാണ് കിട്ടുക? രണ്ടും ഗുണിക്കുക ബൈ കൂട്ടുക. ഗുണിക്കുമ്പോൾ 18 ഡിവൈഡ് ബൈ ആഡ് ചെയ്യുമ്പോൾ 9. 18/9 2. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടി എഫക്റ്റീവ് എത്രയാണ്? 2 ohm അല്ലേ? ഈ 2 ohmഉം ഈ 4 ohmഉം ഇനി എന്താ? പാരലൽ. അവരെ വീണ്ടും ചെയ്യുക. എങ്ങനെ? ഗുണിക്കുക ബൈ കൂട്ടുക. സോ ഇതിൻ്റെ R effective is equal to 2 × 4/2 + 4. ആൻസർ ഈസ് 8/6. ദാറ്റ് ഈസ് 4/3 ohm. സോ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 4/3 ohm. നിങ്ങൾ ആ കിട്ടിയ ആൻസറിൻ്റെ വാല്യൂ നോക്കി. 4/3 1 point something വരിക അല്ലേ? ആണ്. ഇവിടെ 3ഉം 6ഉം 4 അല്ലേ പാരലായിട്ടുള്ളത്? ഇവിടുത്തെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് 3 ohm അല്ലേ? ആണ്. കിട്ടിയ വാല്യൂ എത്ര? 2നേക്കാൾ താഴെ അല്ലേ? അതായത് 3നേക്കാൾ താഴെ അല്ലേ? എന്തായാലും ആണ്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാവില്ല. എങ്ങനെയാണ്? ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും കുറവാണ് കിട്ടുക. അങ്ങനെ പറഞ്ഞാൽ റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഹൈ ആവും. റെസിസ്റ്ററുകളെ പാരലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറവുമായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു? നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ പാരലൽ കോമ്പിനേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ തിരിച്ചില്ലേ, അത് ഇവിടുന്ന് തിരിച്ചാളും. അത് തെറ്റാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്ങനെ? ഈ 1/R effective ആയിട്ട് തിരിച്ചിടുക. അപ്പോൾ എന്തായി? R effective/1 is equal to R1/1 + R2/1 + അത് തലക്ക് കുത്തും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ. അതായത് ഇങ്ങനെ ഫോമിൽ വന്നാൽ മാത്രം തിരിക്കുക. A/B is equal to C/D ആണെങ്കിൽ ഓക്കെ, ഇങ്ങനെ തിരിച്ചിടാം. B/A is equal to D/C നിങ്ങൾക്ക് എഴുതാം. അല്ലാണ്ട് A/B is equal to C/D + E/F എന്നുള്ള സാധനം B/A is equal to D/C + F/E എന്ന് എഴുതാൻ പറ്റൂല. ഓക്കെ. ഇടത്തെ ഭാഗത്ത് ഒരു സാധനം ബൈ അടുത്ത സാധനം is equal to വലത്തെ ഭാഗത്തും ഒരു സാധനം ബൈ അടുത്ത സാധനം ആവണം. യു ഗോട്ട് ഇറ്റ്? ഇവിടെ നോക്കിക്കേ, ഇതെന്താ? ഇതൊരു ടേമാണ്, ഇത് വേറെ ടേമുമാണ്. അപ്പോൾ ഒരു സാധനം ബൈ വേറെ സാധനമായിന്. ആ രീതിയിൽ വന്നാൽ മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. മാത്സ് ബേസിക്സ്. ഓക്കെ. ഓക്കെ. സോ നമ്മൾ സെക്ഷൻ കംപ്ലീറ്റ് ആയി. പാരലൽ കോമ്പിനേഷൻ സെക്ഷനും കംപ്ലീറ്റ് ആയി. എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്യും. ഓക്കെ. നിങ്ങൾ ആദ്യം തിയറി, ഈ സംഭവം ഞാൻ പഠിപ്പിച്ചെന്ന ഇത്രയും സംഭവങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ബാക്കി പ്രോബ്ലം ഒക്കെ ഞാൻ സെറ്റാക്കി തരട്ടെ. ഓക്കെ അല്ലേ?